കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരായ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ലൂർദിൽ തന്നെക്കുറിച്ച് നടത്തിയ വളരെ നിർണായകമായ ആ വെളിപ്പെടുത്തൽ എന്താണ് എന്നും പിന്നീട് ലൂർദിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നും നമ്മൾ ഈ എപ്പിസോഡിൽ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. മാർച്ച് 2-ാം തീയതി 1600-ലധികം ആൾക്കാരുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെടുകയും വൈദികരോട് ഗ്രോട്ടോയിലേക്ക് പ്രദക്ഷിണമായി വരാനും അവിടെ ഒരു പള്ളി പണിയാനും ബർണദേത്തിയോട് പറഞ്ഞു. എന്നാൽ സ്ത്രീയുടെ പേരറിയാതെയും അടയാളം നൽകപ്പെടാതെയും പള്ളി പണിയില്ലെന്നായിരുന്നു വൈദികന്റെ പ്രതികരണം. പ്രത്യക്ഷീകരണങ്ങൾ തുടർന്നുവെങ്കിലും അമ്മ സ്വയം വെളിപ്പെടുത്തിയിരുന്നില്ല. ഒടുവിൽ മാർച്ച് 25-ന് അമ്മയുടെ പ്രത്യക്ഷീകരണ വേളയിൽ ബെർണദീത്ത അവളുടെ പേരെന്താണെന്ന് ചോദിച്ചു. തന്റെ കരങ്ങൾ അനുഗ്രഹം ചൊരിയുന്നതുപോലെ ഭൂമിയിലേക്ക് നീട്ടി. പിന്നീട് കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തി കൈകൾ മാറോട് ചേർത്ത് അമ്മ പറഞ്ഞു, ഞാൻ അമലോത്ഭവ ജനനിയാണ്. ആദ്യമായി കേൾക്കുന്ന വാക്കായിരുന്നതിനാലും ഓർമ്മശക്തി നന്നേ കുറവായിരുന്നതിനാലും ബർണദീത്ത ഈ വാക്കുകൾ കേട്ടയുടനെ അവ ആവർത്തിച്ചുരുവിട്ടുകൊണ്ട് വികാരിയച്ഛന്റെ അടുക്കൽ ഓടിച്ചെന്ന് അമ്മയുടെ വാക്കുകൾ അറിയിച്ചു. 4 വർഷങ്ങൾക്ക് മുൻപ് 9-ാം പിയൂസ് പാപ്പ പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിരുന്നതിനാൽ അവൾക്ക് പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങളാണ് ലഭിക്കുന്നത് എന്ന് അച്ഛന് മനസ്സിലാകുകയും തനിക്ക് മുന്നിലുള്ള വലിയ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി അദ്ദേഹം ചിന്തിക്കാനും തുടങ്ങി. സ്നേഹമുള്ള സഹോദരങ്ങളെ, 1858 മാർച്ച് മാസം 25-ാം തീയതി വ്യാഴാഴ്ച ആഗോള സഭ അന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വർഗം നൽകിയ ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവം നൽകിയ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇപ്രകാരം വലിയ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലോകം മുഴുവനും സ്വർഗത്തിൽ നിന്ന് ചൊരിയപ്പെട്ടുകൊണ്ടിരുന്ന ഈ വലിയ തിരുനാൾ ദിവസം, മംഗളവാർത്ത തിരുനാൾ ദിവസം രാവിലെ ബെർണഡേറ്റിന് ഒരു ഉൾപ്രേരണ ലഭിക്കുകയാണ് മസാബിയിലെ ഗ്രോട്ടോയിലേക്ക് പോയി പ്രാർത്ഥിക്കണമെന്ന്. ഇപ്രകാരം അവൾ മസാബിയിലെ ഗ്രോട്ടോയിലേക്ക് രാവിലെ എഴുന്നേറ്റ് നടന്നു നീങ്ങി. അവളുടെ പുറകെ വലിയൊരു ജനക്കൂട്ടവും അവിടെ എത്തുകയുണ്ടായി. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ബർണഡേറ്റ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ആ ഗുഹയിൽ ഗ്രോട്ടോയുടെ അടുത്ത് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നതായി ബർണഡേറ്റ് തിരിച്ചറിഞ്ഞു. ഒരു സ്ത്രീയുടെ സാന്നിധ്യം അവൾ തിരിച്ചറിഞ്ഞപ്പോൾ ബർണഡേറ്റ് അവളോട് ചോദിച്ചു, താങ്കൾ ആരാണ്? അവൾ നിശബ്ദയായി നിന്നു. ഒരു പുഞ്ചിരി മാത്രം മറുപടി. തൻ്റെ വികാരിയച്ഛൻ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് മസാബിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ സ്ത്രീ ആരാണെന്ന് അവളോട് ചോദിച്ച് തിരിച്ചു വന്ന് അച്ഛനോട് പറയുക എന്നുള്ളത്. വികാരിയച്ഛന് ഒരു ഉത്തരം കൊടുക്കുവാൻ പല പ്രത്യക്ഷപ്പെടലുകളിലും ബർണഡേറ്റ് ആഗ്രഹിച്ചു ചോദിച്ചുവെങ്കിലും ഉത്തരം ലഭിക്കുന്നില്ല. എന്നാൽ ഈ പ്രത്യക്ഷപ്പെടലിലും
ചോദിച്ച് ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ ബെർണഡിത്ത വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. നാലാമത്തെ തൻ്റെ ചോദ്യത്തിന് ശേഷം ബെർണഡിത്ത നോക്കുമ്പോൾ ഈ സ്ത്രീ തൻ്റെ ഇരു കരങ്ങളും കൂപ്പി കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇപ്രകാരം പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ് എന്ന്. ഞാൻ അമലോത്ഭവയാണ്. ഇത്രമാത്രം പറഞ്ഞ് പിന്നീടൊന്നും ഉച്ചരിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അപ്രത്യക്ഷയായി. പാവം ബെർണഡിത്ത ഞാൻ അമലോത്ഭവയാണ് എന്ന കാര്യം എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. പാവപ്പെട്ട ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ബെർണഡിത്ത കുടുംബത്തിൻ്റെ ഈ പാവപ്പെട്ട അവസ്ഥയിലൊന്ന് താങ്ങാകുന്നതിന് വേണ്ടി തൻ്റെ 6-ാമത്തെ വയസ്സിൽ തന്നെ മറ്റുള്ളവരുടെ കുടുംബങ്ങളിൽ പോയി ജോലി ചെയ്യുവാൻ ആരംഭിച്ച അവൾ സ്കൂളിൽ പോയി പഠിക്കുവാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. അക്ഷരാഭ്യാസം അവൾക്കുണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസമില്ലാത്ത ഇവൾക്ക് അമലോത്ഭവയാണ് എന്നൊന്നും പറഞ്ഞതൊന്നും മനസ്സിലായില്ല. എങ്കിലും ആ ദർശനത്തിൽ താൻ കേട്ട ആ കാര്യം പല പ്രാവശ്യം അവൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. താൻ അമലോത്ഭവയാണ്, താൻ അമലോത്ഭവയാണ്, താൻ അമലോത്ഭവയാണ്. ഇതിങ്ങനെ ഉരുവിട്ട് അവൾ നേരെ ഇടവക ദേവാലയത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് വികാരി അച്ഛനോട് ഇപ്രകാരം പറഞ്ഞു, ഈ സ്ത്രീ ഞാൻ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞുവെന്ന്. അതിൻ്റെ അർത്ഥമോ വ്യാപ്തിയോ ആഴമോ ഒന്നും പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അമലോത്ഭവയാണ് എന്ന് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട ഈ സ്ത്രീ പറഞ്ഞുവെന്ന് വികാരി അച്ഛനോട് പറഞ്ഞപ്പോൾ വികാരി അച്ഛന് ചില കാര്യങ്ങൾ മനസ്സിലായി. കാരണം വികാരി അച്ഛൻ അത്ഭുത കാശുരൂപത്തോട് ഭക്തിയുള്ള ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം തൻ്റെ ശരീരത്തിൽ അത്ഭുത കാശുരൂപം അണിഞ്ഞിരുന്ന ഒരു അച്ഛനാണ്. അത്ഭുത കാശുരൂപത്തിൽ ഇപ്രകാരം ആലേഖനം ചെയ്തിരുന്നത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വന്നു. പരിശുദ്ധി അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഈ കാശുരൂപം കൊടുത്തപ്പോൾ അതിൽ ഇപ്രകാരം എഴുതിയിരുന്നുവല്ലോ, ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ചവൾ അമലോത്ഭവയാണ് എന്ന് വികാരച്ചന് വ്യക്തമായി അറിയാമായിരുന്നു. അതോടൊപ്പം തന്നെ 4 വർഷങ്ങൾക്ക് മുൻപ് 1854 സഭ പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണ് എന്ന് പ്രഖ്യാപിച്ചത്, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന വിശ്വാസ സത്യം പ്രഖ്യാപിച്ചതും പെട്ടെന്ന് വികാരി അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നു. ഉടനെ ഇതിൽ സ്വർഗത്തിൻ്റെ ഇടപെടലാണ് എന്നും അമലോത്ഭവ പരിശുദ്ധ കന്യകയാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വികാരി അച്ഛൻ ഈ പ്രത്യക്ഷപ്പെടലുകൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബെർണഡിത്ത തിരിച്ച് വീട്ടിലേക്ക് പോയി. തൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആളുകളൊക്കെ വന്ന് ഈ അമലോത്ഭവ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് തനിക്ക് വിവരിച്ച് തന്നപ്പോഴാണ് ഇത് എന്താണെന്ന് ബെർണഡിത്തയ്ക്ക് മനസ്സിലാവുക. അങ്ങനെ ഈ എഴുത്തും വായനയും അറിയില്ലാത്ത പാവപ്പെട്ട കുടുംബത്തിലെ ഈ ദരിദ്രയായ കുഞ്ഞിനാണ് പരിശുദ്ധ അമ്മ ഈ വലിയ വിശ്വാസ സത്യം, തന്നെക്കുറിച്ചുള്ള ലോകം മുഴുവനും അറിയപ്പെടേണ്ട വിശ്വാസ സത്യം വെളിപ്പെടുത്തി കൊടുക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 1854 ഡിസംബർ മാസം 8-ാം തീയതി പിയൂസ് 9 മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണ് എന്ന് വിശ്വാസ സത്യം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ കന്യകാമറിയം ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് ഈ പാവപ്പെട്ട കുഞ്ഞിന് അത് സ്ഥിരീകരിച്ചു കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. അത് ഇപ്രകാരമാ: സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ
വിശ്വാസ സത്യങ്ങൾ സ്വർഗം അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ലൂർദിൽ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലിലൂടെ നമുക്ക് ലഭിക്കുക. സഭ ഔദ്യോഗികമായി എന്തൊക്കെ പഠിപ്പിക്കുന്നുവോ, മാർപ്പാപ്പ ഔദ്യോഗികമായി എന്തൊക്കെ പ്രഖ്യാപിക്കുന്നുവോ അത് യേശുക്രിസ്തു അംഗീകരിക്കുന്നു, സ്വർഗം മാനിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ലൂർദിലെ പ്രത്യക്ഷപ്പെടലുകൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഏപ്രിൽ മാസം 17-ാം തീയതി ബെർണഡിത്തായ്ക്ക് മസാബി ഗ്രോട്ടോയിലേക്ക് പോകുവാനായി ഉൾപ്രേരണ ലഭിക്കുകയാണ്. അവൾ കടന്നു ചെന്നു, അവൾ പ്രാർത്ഥിച്ചു, ഒരു ആത്മീയ നിർവൃതിയിൽ അവൾ ആയിരിക്കുകയാണ്. ഈ സമയത്ത് തിരിചലിച്ചുകൊണ്ടാണ് അവൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഏരിയയിൽ വളരെ പ്രശസ്തനായ ഡോക്ടർ ദോസൂസ് അവിടെ കടന്നു വന്നു. അദ്ദേഹം അല്പം മാറി എന്താണ് സംഭവിക്കുന്നതൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്പം മാറി അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കണ്ടത് ഇപ്രകാരമാണ്: ബെർണീറ്റ തൻ്റെ കയ്യിലുള്ള മെഴുകുതിരി കത്തിത്തീർന്ന് അവളുടെ കയ്യിൽ പൊള്ളത്തക്ക രീതിയിൽ ആ തിരി കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾ ഇതൊന്നും അറിയുന്നില്ല. ഇവൾ ആരോടോ സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആരോ എന്തോ കണ്ട് അമ്പരന്ന് നിൽക്കുന്നത് പോലെ അവൾ ഇങ്ങനെ ഒരു നിർവൃതിയിലായിരിക്കുകയാണ്. ഈ ഡോക്ടർ ഇത് കാണുന്നു, കൈ പൊള്ളുന്നു, എന്നാൽ ഇവളത് തിരിച്ചറിയുന്നില്ല. എന്നാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ അവസാനിച്ച് അവൾ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് തൻ്റെ കയ്യിൽ ആ പൊള്ളലേറ്റ് അവൾ കരയുന്നത് ഡോക്ടർ കാണുകയുണ്ടായി. പിന്നീട് ആ ഡോക്ടർ വന്ന് അവളുടെ കരങ്ങൾ പരിശോധിച്ചപ്പോൾ, സഹോദരങ്ങളെ, ഡോക്ടർ സ്ഥിരീകരിക്കുന്ന ഇപ്രകാരമാണ്: അവളുടെ കയ്യിൽ പൊള്ളലേറ്റിട്ടില്ല, കയ്യിൽ ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ ഓരോ ഇടപെടലുകളും അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് അടയാളങ്ങളിലൂടെ അമ്മ ഈ ലോകത്തിന് ഓരോ വ്യക്തികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, വീണ്ടും പരിശുദ്ധ അമ്മയുടെ 18-ാമത്തെ ദർശനം. പരിശുദ്ധ അമ്മ ബെർണഡിനാറ്റയ്ക്ക് 18 പ്രാവശ്യമാണ് പ്രത്യക്ഷപ്പെടുക. ഇത് സംഭവിച്ചത് 1858 ജൂലൈ മാസം 16-ാം തീയതിയാണ്. എന്താണ് ജൂലൈ മാസം 16-ാം തീയതിയുടെ പ്രത്യേകത? ജൂലൈ മാസം 16-ാം തീയതി കർമ്മല മാതാവിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുകയാണ്. കർമ്മല മാതാവിൻ്റെ ഈ തിരുനാൾ ദിവസം ഇതുപോലെ വീട്ടിലായിരുന്ന ബെർണഡിത്തായ്ക്ക് വലിയൊരു ഉൾപ്രേരണ ലഭിച്ചു. മസാബി ഗ്രോട്ടോയിൽ ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനും അതിരാവിലെ അവൾ എഴുന്നേറ്റു. വളരെ സന്തോഷത്തോടു കൂടി അവൾ കടന്നു ചെല്ലുകയാണ്. കടന്നു ചെന്ന് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഒരാത്മീയ നിർവൃതിയിലേക്ക് ഇവൾ കടന്നു വന്നു. ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് ലയിച്ച് പ്രാർത്ഥിക്കുന്ന ബെർണഡിത്ത കാണുക, പരിശുദ്ധ കന്യകാമറിയം കർമ്മല മാതാവിൻ്റെ വേഷത്തിലാണ് അവിടെ പ്രത്യക്ഷപ്പെടുക. കർമ്മല മാതാവിൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് ബെർണഡിത്തായെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ച് അവൾ അപ്രത്യക്ഷയായി. ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയെ അവൾ അവസാനമായി കണ്ടത് ഈ 18-ാമത്തെ ദർശനത്തിലാണ്. 1858 ജൂലൈ മാസം 16-ാം തീയതി. അവസാന ദർശനങ്ങളുടെ വേളയിൽ ബെർണദിത്യയുടെ മുഖത്ത് പൂർവാധികം രൂപാന്തരീകരണം കാണപ്പെട്ടു. കയ്യിൽ കത്തിച്ചു പിടിച്ചിരുന്ന തിരിയിലെ തീക്കുമീതെ അവൾ അറിയാതെ കൈ കൊണ്ടുപോയിരുന്നെങ്കിലും അവൾക്ക് പൊള്ളലേറ്റിരുന്നില്ല. ലൂർദ് സംഭവങ്ങൾ ഫ്രാൻസിലെ എല്ലായിടങ്ങളിലേക്കും അറിയപ്പെടുകയും പത്രങ്ങൾ അവയെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. വേദപാഠം അറിയാത്തവളും പഠനത്തിൽ പിന്നോക്കമുള്ളവളായിരുന്നെങ്കിലും അവളുടെ നാളുകളായുള്ള ആദ്യ കുർബാന സ്വീകരണ ആഗ്രഹത്തിന് വികാരിയച്ഛൻ അംഗീകാരം നൽകി. പരിശുദ്ധ അമ്മയിൽ നിന്ന് മതബോധനം പഠിപ്പിച്ചവളെ ഇനി ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നായിരുന്നു അച്ഛന്റെ വിശദീകരണം. ജൂലൈ 16 കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ അവൾക്ക് ഭൂമിയിൽ വെച്ച് അമ്മയുടെ അവസാന പ്രദക്ഷികരണം ലഭിച്ചു. അതിമനോഹരമായ ആ ദർശനത്തിനു ശേഷം അവൾ അവിടെ തന്നെ ഇരുന്ന്
വീണ്ടും തനിക്കുണ്ടായ അഭൗമിക ദർശനങ്ങളെപ്പറ്റി ധ്യാനിച്ച് ഏറെ നേരം ധ്യാനനിരതയായി. സഹോദരങ്ങളെ, കർമ്മല മാതാവിൻ്റെ തിരുനാള് ലോകം മുഴുവനും ആഘോഷിച്ചപ്പോൾ പരിശുദ്ധ അമ്മയും കർമ്മല മാതാവിൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് വലിയൊരു പ്രസക്തിയുണ്ട്. അതും പഠിപ്പിക്കുന്നത് സഭയുടെ തിരുനാൾ ആഘോഷങ്ങളിൽ സ്വർഗം സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. സഭ ഔദ്യോഗികമായി ഏറ്റെടുത്ത് തിരുനാളായി പ്രഖ്യാപിച്ച് ആഘോഷങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് സ്വർഗം മാനിക്കുന്നുവെന്ന് ഈ ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ അവസാന ദർശനവും ലൂർദ് നൽകി കഴിഞ്ഞപ്പോൾ ലൂർദ് ജനനിബിഡമായി. ലോകത്തിന് നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ അവിടെ വരുവാൻ തുടങ്ങി. സർക്കാരിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിൽ ജനം ഒഴുകുവാൻ തുടങ്ങി. പ്രാദേശിക ഗവൺമെൻറ് അതിനു ചുറ്റും ഗ്രോട്ടയ്ക്ക് ചുറ്റും വേലി കെട്ടി ഇനി ആരും അതിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് ഉത്തരവിറക്കി. കോപാകുലരായ ജനങ്ങൾ അവിടെ വന്ന് ഈ വേലിയൊക്കെ പറിച്ച് പുറത്തെറിഞ്ഞ് കളഞ്ഞു. എന്നാൽ വീണ്ടും ഗവൺമെൻറ് ശക്തമായ വേലി കെട്ടി ആളുകൾ അങ്ങോട്ട് കടന്നു വരുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തി. ഈ അവസരത്തിലാണ് സ്വർഗം രാജാവിലൂടെ ഒരു വലിയ ഇടപെടൽ നടത്തുക. സഹോദരങ്ങളെ, ലൂർദിൽ കണ്ട രാജാവിനെ പോലും പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഇപ്രകാരമാണ്. രാജാവിൻ്റെ മകൻ സൂര്യാഘാതമേറ്റ് പ്രത്യേകമായ ഒരു രോഗാവസ്ഥയിൽ അകപ്പെട്ടു. ചികിത്സിച്ച് ഭേദമാകുന്നില്ല. ഈ അവസരത്തിലാണ് ലൂർദിലെ അത്ഭുത ഉറവയിൽ നിന്നുള്ള ജലം കുടിക്കുകയും അതിൽ ഉപയോഗിച്ച് കഴുകുകയും ചെയ്യുന്ന അനേകർക്ക് രോഗശാന്തി ലഭിക്കുന്നത് രാജാവ് അറിയുക. അപ്പോൾ രാജാവ് ലൂർദിൽ നിന്ന് അല്പം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സൂര്യാഘാതം മൂലം വേദനിച്ച് മുറിവേറ്റ് രോഗാവസ്ഥയിലായിരിക്കും തൻ്റെ മകൻ്റെ മേൽ ലൂർദിൽ നിന്ന് കൊണ്ടുവന്ന ഈ ജലം തളിച്ചപ്പോൾ അവൻ അത്ഭുതകരമായി സൗഖ്യപ്പെട്ടത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം രാജാവ് ഇത് അതിയായി സന്തോഷിച്ചു. തൻ്റെ മകൻ ഈ ജലത്തിലൂടെ പരിശുദ്ധ അമ്മ ഇടപെട്ട് ഈ ജലം ഉപയോഗിച്ച് കഴുകിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ സൗഖ്യപ്പെട്ടതിൽ അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു. അദ്ദേഹം നേരിട്ട് ലൂർദിൽ ഇടപെട്ട് ആ ഗവൺമെൻറ് കെട്ടിയിരുന്ന വേലിയൊക്കെ പൊളിച്ചു കളഞ്ഞ് ജനങ്ങൾക്ക് ഗ്രോട്ടോയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം ആദ്യമൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ചക്രവർത്തി പോലും ഇടപെട്ട് അവിടെ ദൈവത്തിൻ്റെ ആ ഇടപെടലുകൾ, പരിശുദ്ധ അമ്മയെ ദൈവമാണ് അയച്ചത് എന്നും അമ്മയിലൂടെ അവിടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഇടപെടലുകൾ രാജ്യം അംഗീകരിച്ചതിൻ്റെ ഒരു തെളിവായി മാറുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇനി എപ്രകാരമാണ് സഭയും സഭാ നേതൃത്വവും ഈ ഇടപെടലുകളെ നോക്കിക്കണ്ടത് നമുക്കൊന്ന് കാണുന്നത് ഉചിതമാണ്. 1858 നവംബർ മാസത്തിൽ സഭ ഈ കാര്യങ്ങളൊക്കെ, ഈ സംഭവങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ഒരു സംഘത്തെ നിയോഗിച്ചു. മെത്രാന്മാരുടെ ഒരു സംഘം ഇത് പഠിച്ചു. അങ്ങനെ ഈ മെത്രാന്മാരുടെ ഈ സംഘം ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ ദൈവികമായ ഇടപെടലുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. ആയതിനാൽ 1862 ഈ സംഘത്തെ നിയോഗിച്ചതിന് 4 വർഷങ്ങൾക്ക് ശേഷം പഠനമൊക്കെ പൂർത്തീകരിച്ച് പരിശുദ്ധ സിംഹാസനത്തിന് ഇവർ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് അനുസരിച്ച് പരിശുദ്ധ സിംഹാസനം ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങൾ ദൈവീകമാണെന്നും അത് സത്യമാണെന്നും പ്രഖ്യാപിച്ചു. അങ്ങനെ അമ്മ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഫെബ്രുവരി മാസം 11-ാം തീയതി ലൂർദിൽ പരിശുദ്ധ അമ്മയുടെ ഒരു തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കുകയും ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിനെ
ലൂർദ് മാതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ള അനുവാദം നൽകുകയും ചെയ്തു. ഇപ്രകാരം ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ലൂർദ് മാതാവായി ഇന്ന് ലോകമെങ്ങും വണങ്ങപ്പെടുന്നു. ഫെബ്രുവരി മാസം 11-ാം തീയതി ലൂർദ് മാതാവിൻ്റെ തിരുനാളായി ലോകമെങ്ങും ആഘോഷിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങളുടെ പ്രത്യേകത? പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങളുടെ പ്രത്യേകത ഒന്നാണ്, ഇതാണ് പരിശുദ്ധ അമ്മ ആദ്യം തന്നെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു, പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. 2, പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്ത് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. പരിശുദ്ധയമ്മ പറഞ്ഞു, മക്കളെ, ഈ ലോകത്തിലല്ല നിങ്ങൾക്ക് സന്തോഷം ഞാൻ നൽകുന്നത്, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. അടുത്തൊരു ലോകത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ സന്തോഷം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോകത്ത് അല്പമൊക്കെ സഹനങ്ങളൂടെ കടന്നുപോയാലും ഇതിനപ്പുറത്തൊരു ലോകമുണ്ട് എന്നും അവിടെ നമ്മൾ നിത്യകാലം വസിക്കുമെന്നും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ലോകം അവിടെയുണ്ട് എന്നും ഈ ലോകത്തിന് മുൻപിൽ അമ്മ വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ലൂർദിൽ പരിശുദ്ധ അമ്മയുടെ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്രകാരമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രദക്ഷിണം ജനങ്ങൾ മെഴുതിരിയൊക്കെ കത്തിച്ച് നടത്തുന്ന സമയത്ത് അനേകം പേർക്ക് ദൈവിക അനുഭവം ഉണ്ടാകുന്നു. വളരെ പ്രത്യേകമായി ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം ലൂർദിൽ കൊടുക്കുമ്പോൾ അനേക രോഗികൾ സുഖപ്പെടുന്നു, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തമായ സാന്നിധ്യം ഇന്ന് ലൂർദിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത്, ലൂർദിൽ താൻ പരിശുദ്ധ അമ്മ പറഞ്ഞു താൻ അമലോത്ഭവയാണ് എന്ന് സഭ പ്രഖ്യാപിച്ച വിശ്വാസ സത്യങ്ങൾ സ്വർഗം അംഗീകരിക്കുന്നതിൻ്റെ തെളിവ് ലൂർദിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രധാനമായി പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം ബർണടിച്ച് കൈകൊണ്ട് കുഴിച്ച കുഴിയിൽ നിന്ന് വലിയൊരു ഉറവ പൊട്ടിപ്പുറപ്പെടുകയും ഇന്ന് ആ ജലത്തിൽ കുളിക്കുകയും ആ ജലം ഉപയോഗിക്കുകയും ചെയ്ത 10,000 യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലും സൗഖ്യവും പ്രാപിച്ച് ലോകം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്രകാരം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ അടയാളമായി പരിശുദ്ധ അമ്മ ലൂർദിൽ ഇന്നും വിരാജിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ലൂർദിലെ ഈ പ്രത്യക്ഷപ്പെടലുകളുടെ അനുഭവങ്ങൾ ഈ 2021 ഈ ലോകത്ത് അനേകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക ഇടപെടലുകളെക്കുറിച്ച്, ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ പരിശോധിക്കുകയും അത് മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ലൂർദിൽ വലിയ വെളിപ്പെടുത്തലുകൾ നൽകിയ പരിശുദ്ധ അമ്മയെ അല്പം കൂടി സ്നേഹിക്കുവാനും അമ്മ നൽകിയ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അമ്മ നമുക്ക് വാഗ്ദാനം ചെയ്ത അടുത്ത ലോകത്തേക്ക് അമ്മയോട് ചേർന്ന് പ്രവേശിച്ച് നിത്യകാലം ദൈവത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ തിരുമടിയിലിരുന്ന് ദൈവത്തോടെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.